തുടരും. ഇപ്പോൾ നമുക്ക് കോഴിക്കോട് മുക്കത്തേക്കൊന്ന് പോകാം. ഫസൽ ബാബു നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ഫസൽ ബാബു, എങ്ങനെയാണ് കോഴിക്കോട്ടെ പ്രതിഷേധം ഇപ്പോൾ, മുക്കത്തെ പ്രതിഷേധം ഇപ്പോൾ എങ്ങനെയാണ് നടക്കുന്നത്? ജിജി, രാഹുൽ ഗാന്ധിയെ MP സ്ഥാനത്ത് നിന്ന് അയോഗ്യമാക്കിയ നടപടിക്കെതിരെ വയനാട് പാർലമെന്റ് മണ്ഡലത്തിലുടനീളം വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത്. അതിന്റെ ഭാഗമായി വയനാട് മണ്ഡലത്തിലുള്ള കോഴിക്കോട് ജില്ലയിൽ തിരുവം മേഖലയിലും വലിയ രീതിയിൽ തന്നെ പ്രതിഷേധം ഉയരുന്നുണ്ട്. ഇന്നലെ വൈകുന്നേരം കോൺഗ്രസ് പ്രവർത്തകർ കൊയിലാണ്ടി അടവുന്ന സംസ്ഥാന പാത നോർത്ത് കാരശ്ശേരിയിൽ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിന് മുമ്പിൽ ഉപരോധിച്ചിരുന്നു. ഏറെ നേരം റോഡ് ഉപരോധിച്ചതിനെ തുടർന്ന് ഗതാഗത തടസ്സമുണ്ടാവുകയും പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയുമായിരുന്നു. തുടർന്ന് ഇന്ന് രാവിലെയും പ്രതിഷേധം വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത്. മുക്കത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കോലം കത്തിക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തകർ. ബ്ലോക്ക് പ്രസിഡന്റ് SP അഷ്റഫിന്റെ നേതൃത്വത്തിലാണ് നരേന്ദ്രമോദിയുടെ കോലം കത്തിക്കുന്നത്. അല്പസമയത്തിന് മുമ്പ് മുക്കം സർവീസ് സഹകരണ ബാങ്കിന്റെ സമീപത്ത് നിന്ന് പ്രകടനമായി എത്തിയ പ്രവർത്തകർ മുക്കം ആലിഞ്ചോട്ടിൽ വെച്ചാണ് നരേന്ദ്രമോദിയുടെ കോലം കത്തിക്കുന്നത്. തീർച്ചയായിട്ടും വലിയ രീതിയിൽ പ്രതിഷേധം തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ യൂത്ത് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഉയർന്നു വരുന്നത്. നിയമപരമായും രാഷ്ട്രീയപരമായും അയോഗ്യതയെ നേരിടാനുള്ള ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകർ. പ്രാദേശിക തലത്തിൽ ഉൾപ്പെടെ ഇതിൽ നിന്ന് നമുക്ക് മറ്റൊരു കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടത്, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഒട്ടുമിക്ക പാർട്ടികളും പ്രതിപക്ഷ പാർട്ടികളും രാഹുലിന്റെ ഈ അയോഗ്യനാക്കിയ നീക്കത്തിനെതിരെ പ്രതിഷേധിക്കുന്നു എന്ന് തന്നെയാണ്. കഴിഞ്ഞ ദിവസം CPI ഉൾപ്പെടെയുള്ള പാർട്ടികളും രാഹുൽ ഗാന്ധി അയോഗ്യനാക്കിയ നീക്കത്തിനെതിരെ പ്രതിഷേധിച്ചിരുന്നു. വലിയ രീതിയിൽ കോഴിക്കോട് ജില്ലയിലും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് വരുന്നത്. അതിനിടെ സംഘർഷവും പലയിടത്തും ഉടലെടുക്കുന്നുണ്ട്. ഇന്നലെ വൈകുന്നേരം കോഴിക്കോട് നടന്ന പ്രതിഷേധത്തിൽ വലിയ രീതിയിലുള്ള സംഘർഷം ഉടലെടുത്തിരുന്നു. പോലീസ് ലാത്തി വീശുകയും നിരവധി പ്രവർത്തകർ പോലീസിനും ഉൾപ്പെടെ പരിക്കേൽക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. അതേ രീതിയിലുള്ള പ്രതിഷേധം ഇന്നലെ മുക്കത്തും പോലീസിന്റെ അവസരോചിതമായ ഇടപെടലിൽ അറസ്റ്റിലൂടെ കാര്യങ്ങൾ നീക്കാൻ പോലീസിന് കഴിഞ്ഞു എന്നതാണ് മുക്കത്തെ നമുക്ക് പറയാൻ കഴിയുന്നത്. ഏതായാലും വലിയ രീതിയിൽ തിരുവമ്പാടി മണ്ഡലത്തിലും വയനാട് പാർലമെന്റ് മണ്ഡലത്തിലും ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകരുടെയും UDF പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഉയർന്നു വരുന്നത്. ഫസൽ, എങ്ങനെയാണ് കോഴിക്കോട് പ്രതിഷേധ പരിപാടികൾ നടക്കുന്നത്? പ്രധാനമന്ത്രിയുടെ കോലമടക്കം കത്തിച്ചു എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള പ്രതിഷേധമാണോ അവിടെ ഉണ്ടായിരുന്നത്? തീർച്ചയായിട്ടും ജിജി, ഇന്നലെ റോഡ് ഉപരോധമായിരുന്നെങ്കിൽ ഇന്ന് പ്രതിഷേധത്തിന്റെ രീതി കോൺഗ്രസ് പ്രവർത്തകർ മാറ്റിയിരിക്കുന്നു. നരേന്ദ്രമോദി ഏകാധിപത്യ രീതിയിൽ പെരുമാറുകയാണെന്നും നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഈ കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ, അല്ലെങ്കിൽ പ്രതിപക്ഷ കക്ഷികളെ ഒന്നടങ്കം ഇല്ലാതാക്കാനുള്ള നീക്കമാണ് നടത്തുന്നതെന്നും ആരോപിച്ച് ഇന്ന് രാവിലെ അല്പസമയം മുമ്പാണ് നരേന്ദ്രമോദിയുടെ കോലം മുക്കത്ത് കത്തിച്ചത്. ആലിൻചുവട്ടിൽ വെച്ചാണ് നിരവധി കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കോലം കത്തിച്ചത്. മുക്കം സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് കോൺഗ്രസ് കൺവെൻഷന് ശേഷം പുറത്തു വന്ന പ്രവർത്തകർ ആലിൻചുവട്ടിൽ വെച്ച് നരേന്ദ്രമോദിയുടെ കോലം കത്തിക്കുകയായിരുന്നു. ആ രീതിയിലേക്ക് പ്രതിഷേധം മാറ്റുന്ന ഒരു രീതിയിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ മാറിയിട്ടുണ്ട്. പ്രതിഷേധ പരിപാടികൾ എത്ര പേരാണ് പങ്കെടുക്കുന്നത്? ഈ പ്രതിഷേധങ്ങളോട് പോലീസിന്റെ ഒരു സമീപനം എന്താണ്? ആരെയെങ്കിലും അറസ്റ്റ് ചെയ്ത് നീക്കിയോ അത്തരത്തിൽ ഏതെങ്കിലും നടപടികളുണ്ടോ? തീർച്ചയായിട്ടും പോലീസ് പരമാവധി സംയമനം പാലിക്കുന്നുണ്ട്. ഈ പ്രതിഷേധം കൂടുതൽ അക്രമസക്തമാവാതിരിക്കാനുള്ള ഒരു ശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇന്നലെ വൈകുന്നേരം നോർത്ത് കാരശ്ശേരിയിൽ രാഹുൽ ഗാന്ധി എംപിയുടെ ക്യാമ്പ് ഓഫീസിന് തൊട്ടു മുമ്പിൽ നടന്ന റോഡ് ഉപരോധ സമരത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് MP അഷ്റഫ്, അതുപോലെ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷിഹാബ് മാട്ടുമുറി ഉൾപ്പെടെയുള്ള 6ഓളം പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു. തുടർന്ന് സ്റ്റേഷൻ ജാമ്യത്തിൽ അവരെ വിട്ടയക്കുകയായിരുന്നു. ഇന്നും ഇപ്പോൾ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്ഥലത്ത് പോലീസ് എത്തിയിട്ടുണ്ട്. നരേന്ദ്രമോദിയുടെ കോലം കത്തിക്കുന്ന സ്ഥലത്തും പോലീസ് എത്തിയിട്ടുണ്ട്. ആരെയും അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടില്ല. ഇപ്പോൾ സമരം പുരോഗമിക്കുകയാണ്. കോഴിക്കോട് മുക്കത്ത് നിന്നും ഫസലാണ് വിവരങ്ങൾ നൽകിയത്.